ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന്റെ ഭയങ്കര സങ്കടമാണ്. ഹലോ, കുറേ ദിവസമായെന്ന് തോന്നുന്നു ഞാൻ ഈ ഹലോ എന്നുള്ള ഡയലോഗ് ഇവിടെ പറഞ്ഞിട്ട്. മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നേരെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇവിടെ എന്തുവാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഹലോ വന്ന് കൊടുത്തത്. രേണുസുതി അമ്മച്ചി പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. അതിനു മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം, അത് കണ്ടിട്ട് ബാക്കി. നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവ് ആളുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എൻ്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്കില്ല. കാരണം നിങ്ങളുടെ എന്ത് സ്വഭാവമാണെന്നാണ് ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ എന്ത് വൃത്തികെട്ട സ്വഭാവമാണെന്നുള്ളതാണ് ആൾക്കാർക്ക് മനസ്സിലാവാതെ. അമ്മച്ചി, നിങ്ങളുടെ വൃത്തികെട്ട സ്വഭാവം നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ? പറയത്തില്ല. ഇത് നിങ്ങളോട്ട് നന്നാവത്തുമില്ല, ബാക്കിയുള്ള ആൾക്കാർ പറയാനും പാടത്തില്ലേ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന്റെ ഭയങ്കര സങ്കടമാണ്. രേണുസുതിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദനയെടുക്കും. നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദനയെടുക്കും. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. എന്തൊരു കുശുമ്പാ നിങ്ങൾക്ക്. എന്ത് തേങ്ങാക്കൊല കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് കുശുമ്പ് ഉണ്ടാവേണ്ടത്? നിങ്ങളുടെ കോപ്രായങ്ങൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയും കാണിച്ച് നടക്കുന്ന വീഡിയോസ് കണ്ടിട്ടോ, അതോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി കണ്ടിട്ടോ, അതോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മൂന്നാംകിട വിവാദങ്ങൾ കണ്ടിട്ടോ, എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് അസൂയും കുശുമ്പൊക്കെ ഉണ്ടാവേണ്ടത്? അതൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ ഈ കാണിക്കുന്ന ചീപ്പ് പരിപാടികൾ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് കുശുമ്പുണ്ടാവേണ്ട എന്ത് മൈ ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല, ഒന്നിനും വരത്തില്ല. പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ്സ് ഇല്ലേ, ഒരു കുശുമ്പാണോ തനിക്കൊക്കെ? ഉപദ്രവിക്കുന്നില്ലേ? അയ്യോ, ഉപദ്രവിക്കുന്നില്ല എന്നൊന്നും പറയല്ലേ. നിങ്ങളെന്ന വ്യക്തി കേരളത്തിലുള്ള ഭൂരിപക്ഷ ആൾക്കാർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപദ്രവം തന്നെയാണ്. എന്ത് ഉപദ്രവം എന്നറിയോ? ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ തുറന്നു കഴിഞ്ഞാൽ വരും രേണുസുതിയുടെ കോപ്രായങ്ങൾ. നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്താലും വീണ്ടും വീണ്ടും വരുന്നത് ഈ തള്ളയുടെ കോപ്രായങ്ങളാണ്, അല്ലാണ്ട് നല്ല കാര്യങ്ങളൊന്നും അല്ല. അത് ഉപദ്രവമല്ലേ? നിങ്ങൾക്കത് ഉപദ്രവമായിട്ട് തോന്നത്തില്ലായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അത് ഉപദ്രവമാണ്. ആ സ്ഥലം തന്ന വ്യക്തിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ഉപദ്രവമല്ലേ? ആ വീട് കെട്ടിത്തന്നതിൻ്റെ പേരിൽ ഫിറോസിനെ നിങ്ങൾ ഉണ്ടാക്കിയത് ഉപദ്രവമല്ലേ? അയാൾ 10 ആൾക്കാർക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരുന്നതാ, അത് നിങ്ങൾ ഇല്ലാണ്ടാക്കിയത് ഉപദ്രവമല്ലേ? എന്നിട്ട് എന്ത് ഉപദ്രവമാണ് ചെയ്തേന്ന്? എന്നെ കുശുമ്പന്മാരാ. നിനക്കൊന്നും മരുന്നില്ല, അസൂയക്ക് കുശുമ്പിന് മരുന്നില്ല. നീയൊക്കെ അവിടെ നിന്ന് നെഗറ്റീവ് അടിക്കും, ഞാൻ ഇങ്ങനെ ഉയർന്നു പോകും. എന്ന് യൂട്യൂബേഴ്സും മറ്റേ ഓൺലൈൻ മീഡിയക്കാരും നിങ്ങളുടെ വീഡിയോസ് എടുക്കുന്നത് നിർത്തുന്നോ, അന്ന് തീരും നിങ്ങളുടെ ഉയർച്ച. നിങ്ങളുടെ ഈ ഉയർച്ച എന്ന് പറയുന്നതേ ഈ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബേഴ്സ് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ നിന്ന് പോകുന്നത്. എന്നത് നിൽക്കുന്നോ അന്നത്തോടെ തീർന്നു നിങ്ങളുടെ ഉയർച്ച. ആര് നെഗറ്റീവ് പറഞ്ഞാലും എനിക്കൊരു കോപ്പില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് നിങ്ങൾ എന്തിനാ തള്ളേ? മറ്റേ നിങ്ങളിടുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നത് എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുന്നത്? അമ്മച്ചിക്കത് കൊള്ളുന്നുണ്ട്, നന്നായിട്ട് കൊള്ളുന്നുണ്ട്. അതിൻ്റെയാണ് ചില വീഡിയോസിൻ്റെ കമൻറ്റ്സ് എടുത്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് കൊള്ളുന്നില്ല മയ്യാണെന്ന് പറയല്ലേ കേട്ടോ. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. ഇതിൻ്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം കാണിച്ച് അമ്മച്ചിക്ക് മതിയായി. സീറ്റ് ബെൽറ്റ് മാറ്റി കാണിച്ചു കൊടുത്തു, സാരി മാറ്റി വട കാണിച്ചു കൊടുത്തു. ഇനി എന്തുവാ കാണിക്കാനുള്ളത്? ഇനി സബ്സ്ക്രിപ്ഷനിലൂടെ കൂടെ കാണിച്ചു കൊടുക്കാത്ത കുറവേ ഉള്ളൂ. ഞാൻ ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള വീഡിയോസ് മാത്രമാണോ, നല്ല വീഡിയോസും കാണിക്കത്തില്ല എന്നുള്ളത്. ഇവരുടെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ വൃത്തികെട്ട സ്വഭാവവും മൈൻഡ് സെറ്റും വെച്ചിട്ട് ഇവർ നല്ലത് എന്തെങ്കിലുമൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ വഴി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ അമ്മച്ചി ഇത്രയും കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടായിട്ട് അവരെന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടുന്നത്? ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കിയപ്പോഴെങ്ങാണ്ട് 135 ആൾക്കാർ
ഒരാഴ്ചത്തേക്ക് എങ്ങാണ്ട് 45 രൂപ, 6000 സംതിങ് എങ്ങാണ്ട് ഇപ്പം അവർക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മാസത്തേക്കാണെങ്കിൽ 349 രൂപയോ സംതിങ് എന്തോ ആണ് ഞാൻ മറ്റേ ഒരു ആളുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ അമ്മച്ചി ഈ ഒരു സാധനം വഴി ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന അമ്മച്ചിയോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബേഴ്സ് ആണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഡയലോഗ് ഉണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് തന്നേക്കാം, നിങ്ങൾ അങ്ങ് നോക്കിക്കോ എന്നുള്ള ഡയലോഗ്. ആ ഡയലോഗ് ഇനി ഇവിടെ പറയരുത്. അതുപോലെ വീട്ടിന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങ് ഉണ്ടാക്കിക്കോണം. അതിനുള്ള വരുമാനമൊക്കെ ഈ സാധനം വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിലിരുന്നേക്കാം, നിങ്ങൾ മാസം എനിക്ക് ഇത്ര ലക്ഷം രൂപ കൊണ്ട് തന്നാൽ മതി എന്ന് പറയുന്നത് അതും കൊണ്ട് ഇനി വരരുത്. എങ്ങാണ്ട് ഇവരുടെ ഒരു വീഡിയോ, എൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ആണെന്ന് എനിക്കറിയത്തില്ല, ഏതൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഉള്ള ഒരു വീഡിയോ. തള്ള കാണിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുക. ഞാൻ കാണിച്ചു തന്നെ ജീവിക്കും എന്ന് പറഞ്ഞിറങ്ങിയേക്കുകയാണ് ഇവർ. കുറേ ലൈംഗിക ദാരിദ്ര്യമുള്ള അവന്മാർ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അമ്മച്ചി ഇനി മുതൽ കുറച്ച് കാലം എന്തായാലും ഇതിനൊരു സമയം കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുക്കുമല്ലോ. ആ സമയം വരെ അമ്മച്ചി ഇത് വെച്ച് ജീവിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ എന്തോ ചെയ്യും? വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുമോ? അല്ലെങ്കിൽ വല്ല തൊഴിലുറപ്പിന് പോകുമോ? തൊഴിലുറപ്പിന് പോകാൻ പറ്റത്തില്ല എന്ന് അമ്മച്ചി ഏതൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ആരോഗ്യം വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിന് കുഴപ്പം? കണ്ടിട്ട് ഒരു കുഴപ്പം തോന്നില്ല, കൈക്കും കുഴപ്പമില്ല, കാലിനും കുഴപ്പമില്ല, പിന്നെ എന്ത് തേങ്ങക്കൊല്ലുള്ള കുഴപ്പമാണോ എന്തോ? മേക്കപ്പ് ഇടാൻ പറ്റത്തില്ലായിരിക്കും, വേറെ കുഴപ്പമൊന്നും ഞാൻ കാണാനില്ല. എന്തായാലും സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയതല്ലേ, നടക്കട്ടെ. എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്കൊന്നറിയണം. ശരി എന്നാൽ.